സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും ഉപദേശങ്ങളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഫാസിസ്റ്റ് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ, വിശിഷ്യ മുസ്ലിങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തി CAA പോലെയുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്ത് ധ്രുവീകരണം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. നിർഭയത്വമുള്ള നമ്മുടെ നാടിന്റെ ഭാവിയിലും പരസ്പര ഐക്യത്തിലുമൊക്കെ വിള്ളലുകൾ സംഭവിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ആശങ്കയാണ് എല്ലാവരും മുമ്പുള്ള ഇലക്ഷനുകളെക്കാളൊക്കെ ഏറെ വളരെ ആവേശത്തോടുകൂടി, വളരെ ജാഗ്രതയോടുകൂടി വോട്ടവകാശം ശരിയാം വിധം ഉപയോഗിക്കാൻ ഇന്ന് രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിലേക്ക് പോയതും ഇനി പോവാനിരിക്കുന്നതൊക്കെ ഒരാളും നമ്മുടെ വോട്ട് നഷ്ടപ്പെടുത്താതിരിക്കാൻ, അതോടൊപ്പം തന്നെ സമാധാനം നിലനിൽക്കാനും വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് വോട്ട് ചെയ്താൽ ഇനി നമ്മുടെ ബാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് മുസ്ലിം സമുദായം ഏറെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് ഫലസ്തീനിലും ഇറാഖിലും സിറിയയിലുമൊക്കെ കേട്ടുകൊണ്ടിരുന്ന വാർത്തകൾ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, മുസ്ലിം നാമധാരിയായതിന്റെ പേരിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾ, വർഗീയത മാത്രം ചിന്തിക്കുന്നവരുടെ NRC പൗരത്വ ബില്ലുകളൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു 3-4 പോയിന്റുകൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണ് എന്ന ബോധ്യം വിശ്വാസികൾക്കുണ്ടാവണം. വനബ്ലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ നാം നന്മ കൊണ്ടും തിന്മ കൊണ്ടും പരീക്ഷിക്കുമെന്ന്. നന്മ കൊണ്ട് പരീക്ഷിക്കുമ്പോൾ മതിമറന്ന് ആഹ്ലാദിക്കാതെ വിനയവും നന്ദിയും അള്ളാഹുവിന് പകരം കൊടുക്കാൻ സാധിക്കാനുള്ളത്. എന്നാൽ തിന്മ കൊണ്ടാണ് അല്ലാഹു തആല പരീക്ഷിക്കുന്നതെങ്കിൽ അതിരുവിട്ട പ്രതിഷേധങ്ങൾക്കും നിരാശകൾക്കും പകരം അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന നിലയ്ക്ക് ക്ഷമ കൈക്കൊള്ളുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിലോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. അതിനെ നാം ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരു രേഖയിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടല്ലാതെ തീർച്ചയായും അള്ളാഹുവിനെ സംബന്ധിച്ചത് എളുപ്പമുള്ള കാര്യമാണ്. ലികൈലാ തഅസൗ വലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നിശ്ചയം ഇങ്ങനെ നാം ചെയ്തിട്ടുള്ളത്
നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് അവൻ നൽകിയതിന്റെ പേരിൽ ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഒരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. പരീക്ഷണങ്ങളിലെ അടിപതരാതെ ക്ഷമ കൈകൊള്ളുക എന്നതാണ് വിശ്വാസികളുടെ ഈ വിഷയത്തിലുള്ള ഒന്നാമത്തെ നിലപാട്. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ വിധിയെ യഥാവിധി മനസ്സിലാക്കി ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും മനസ്സുപതരാതെ ഭയപ്പെടാതെ നിർഭയത്വത്തോടുകൂടി ആ റബ്ബ് തീരുമാനിച്ചതേ ഇവിടെ നടക്കൂ എന്ന പൂർണ്ണമായ വിശ്വാസമാണ് ഒരു വിശ്വാസിയിൽ സഹോദരങ്ങളെ ഉണ്ടാകേണ്ടത്. അതാണ് തവക്കുൽ എന്ന് പറയുക. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആര് അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നുവോ അയാൾക്ക് റബ്ബ് തന്നെ മതിയായവനാണ്. ഈ ഒരു തവക്കലുള്ള ഒരാളെ സംബന്ധിച്ച് സഹോദരങ്ങളെ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്രൂദിന്റെയും ഫിറഔനിന്റെയും ഹാമാനിന്റെയും ഖാറൂണിന്റെയും ഫിറഔനിന്റെയും അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ദജ്ജാലിന്റെയും ശൈത്വാന്റെയൊക്കെ ചരിത്രം പഠിച്ച മുസ്ലിമിനെ സംബന്ധിച്ച് മുസ്ലിമിനെ നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിച്ചതിലും വിധിച്ചതിലും അപ്പുറം ഒരു കാര്യവും നടപ്പിലാക്കാൻ ഏതെങ്കിലും ഒരു ശക്തിയോ ഒരു വ്യക്തിയോ വിചാരിച്ചാൽ അത് സാധ്യമല്ലെന്ന പൂർണ്ണ വിശ്വാസമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സഹോദരങ്ങളെ ഉണ്ടാവേണ്ടത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയോട് വിളിച്ചു പറയാണ്, ഇബ്നു അബ്ബാസ്, യഅലം അന്നൽ ഉമ്മത്തു ലൗ ഇജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക് വലൗ ഇജ്തമഉ വലാ യളുറുക ബിശൈഇൻ ലം യളുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. ഇബ്നു അബ്ബാസേ, നീ മനസ്സിലാക്കണം, നിനക്ക് വല്ല ഉപകാരവും ചെയ്യാൻ ഒരു സമൂഹം ഒന്നടങ്കം സംഘടിച്ചാലും അള്ളാഹു നിനക്ക് നിശ്ചയിച്ചതല്ലാതെ ഒരു ഉപകാരം ചെയ്യാൻ അവരെ കൊണ്ട് സാധ്യമല്ല. നിനക്ക് വല്ല ഉപദ്രവവും ഏൽപ്പിക്കാൻ അവർ ഒന്നടങ്കം സംഘടിച്ചാലും, ഒരു സമൂഹം തന്നെ ഒന്നടങ്കം സംഘടിച്ചാലും അള്ളാഹു നിനക്ക് നിശ്ചയിച്ചതല്ലാത്ത ഒരു ഉപദ്രവവും നിന്നെ ഏൽപ്പിക്കാൻ ഒരു സമൂഹത്തിനെ കൊണ്ട് സാധിക്കൂല. ആ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ ഒരു മുഅ്മിനിന്റെ മനസ്സിലുണ്ടാകേണ്ട ഈമാൻ എന്ന് പറഞ്ഞാൽ. ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന പൂർണ്ണമായ വിശ്വാസം. ഏത് റബ്ബ്? പ്രിയപ്പെട്ടവരെ, മദീനയിലേക്കുള്ള പാലായന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോ ശത്രുവിന്റെ കാലുകണ്ട് പേടിച്ച് പ്രവാചകരെ അവരെങ്ങാനും നമ്മെ കണ്ടാലോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നൽകിയ മറുപടി, മാ ളന്നുക യാ അബൂബക്കർ ബിസ്നൈനി വല്ലാഹി സാലിസഹുമാ. അബൂബക്കറെ, എന്താണ് നീ കരുതിയത്? ഈ ഗുഹയിൽ നമ്മൾ രണ്ടുപേരുള്ളൂ എന്ന് നീ വിചാരിക്കുകയാണോ? ശരിയാണ്, നമ്മൾ രണ്ടുപേരെ ഈ ഗുഹയിലുള്ളൂ. പക്ഷേ നമ്മോടൊപ്പം അതാ വല്ലാഹു സാലിസഹുമാ, മൂന്നാമതായി നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയുണ്ടെന്ന വിശ്വാസം. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും സൗർ ഗുഹയിൽ സംരക്ഷണം കൊടുത്ത അല്ലാഹ്, ആ അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ എന്ന് തീക്കുണ്ടാരത്തിൽ വെച്ച് പ്രഖ്യാപിച്ചത് കാരണം ആ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് തണുപ്പും സമാധാനവും നൽകിയ റബ്ബ്, ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ടെന്ന വിശ്വാസം. ഫിറഔൻ എന്നു പേരുള്ള ധിക്കാരിയായ ഭരണാധികാരിയുടെ ഉപദ്രവത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമയെ കടലിലൂടെ രക്ഷപ്പെടുത്തിയ, കടൽ മാർഗം രക്ഷപ്പെടുത്തിയ റബ്ബ് നമ്മുടെ കൂടെയുണ്ടെന്ന വിശ്വാസം.
യൂനുസ് നബി അലൈഹിസ്സലാമയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ റബ്ബ്. അതുകൊണ്ട് ഏതു പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും നിരാശരാകാതെ നീതിയുടെ എല്ലാ വാതിലുകളും അടയുമ്പോ, സർവ്വ അത്താണികളും പൊലിഞ്ഞു പോകുമ്പോ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ, ഇത് ഹൃദയം കൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രഖ്യാപിക്കാൻ വിശ്വാസികളായ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട്. നിരാശ അത് ദുർബലന്റെ വികാരമാണ് എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തത് പ്രിയപ്പെട്ടവരെ, ഭൗതികമായ പ്രലോഭനങ്ങളും പീഡനങ്ങളും നമ്മുടെ ആദർശത്തെയും വിശ്വാസത്തെയും പണയം വെക്കാൻ കാരണമായി തീരരുത്. ഏതു പ്രതിസന്ധികളിലും ഏതു പരീക്ഷണങ്ങളിലും നമ്മുടെ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതെ, ഈ ഇന്ത്യൻ മണ്ണിൽ ജനിച്ച നമ്മൾ ഇതേ മണ്ണിൽ ഈമാനോടുകൂടി മരിക്കാൻ നമ്മൾ തയ്യാറാകുക. കാരണം നമ്മൾ പ്രവാചകന്മാരുടെ പിൻതലമുറക്കാരാണ്. നമ്മൾ സ്വഹാബത്തിന്റെയും താബീകളുടെയും തബഉ താബീകളുടെയും പാരമ്പര്യം പിൻപറ്റിയ ആളുകളാണ്. അവരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി അശദ്ദുൽ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നവർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അൽ-അംബിയാ എന്നാണ്, പ്രവാചകന്മാരാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ അതിന് താഴെയുള്ളവർ അഥവാ സ്വഹാബാക്കളും താബീകളും തബഉ താബീകളുമായിട്ടുള്ള ആളുകളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ളതെന്നാണ്. അതിന്റെ മുകളിലേക്ക് ഒരിക്കലും നമ്മളാരും എത്തൂല, അതിന്റെ മുകളിലേക്ക് നമ്മൾ ആരും എത്തിപ്പെടൂല. അവരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിമാണോ, പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനാണ്. അത്തരം പരീക്ഷണങ്ങളിലെ അടിപതരാതെ, ഭയപ്പെടാതെ, ഇസ്ലാമിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്താതെ ശക്തിയോടുകൂടി മുന്നേറുക എന്നതാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ എടുക്കേണ്ട മൂന്നാമത്തെ തീരുമാനം. നാലാമത്തത് പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളുടെ പരീക്ഷണം ഉണ്ടാവുമെന്നതും അത് ഉണ്ടാവാനുള്ള കാരണവും 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ച പ്രവചനാണ്. അത് നാം കൃത്യമായി തിരിച്ചറിയണം. അതിൽ നിന്ന് കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. ഇസ്ലാമിലേക്ക് വിളിക്കുന്ന, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഈ ലോകത്തിനൊരു അവസാനമുണ്ടെന്നും മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ടെന്നും പറയുന്ന ഏതൊരു പ്രബോധകനും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത്തരം പരീക്ഷണങ്ങളിൽ പതറിപ്പോകാതെ, പേടിച്ചു പോകാതെ, ഇസ്സത്തോടുകൂടി ശക്തിയോടുകൂടി ദഅ്വാ രംഗത്ത് ഏറെ മനസ്സോടുകൂടി നിലനിൽക്കുക എന്നതാണ് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. നമ്മുടെ രാജ്യത്തിലും നമ്മുടെ സംസ്ഥാനത്തിലും നാട്ടിലൊക്കെ വിവിധ തലത്തിലുള്ള പരീക്ഷണങ്ങളും വർഗീയവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് നിഷേധിക്കാവതല്ല. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന ഏറെ പ്രധാനപ്പെട്ട 2 അപകടം എന്താണെന്നറിയൂ? ഒന്നാമത്തത്, ഇത്തരം കാര്യങ്ങളിൽ പല ആളുകളും വിവേകം നഷ്ടപ്പെട്ടുകൊണ്ട് അതിവൈകാരികമായി ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാവാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റിയെ അത് ബാധിക്കുന്നു. മുസ്ലിമിനെ തെറ്റിദ്ധരിക്കാൻ എന്താണോ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നത്, അതേ കാരണങ്ങൾ തന്നെ ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാവുക എന്നതാണ് ഇതിലേറ്റവും വലിയ അപകടം. രണ്ടാമത്തത്, ഭീതിയുടെ മുൾമുനയിൽ നിന്നുകൊണ്ട് ഇല്ലേ, ഇനി ഞങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തൽക്കാലം എനിക്ക് എന്റെ വിശ്വാസം, എന്റെ കർമ്മം, എന്റെ ചര്യ, എന്റെ സുന്നത്ത് തൽക്കാലം ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ മറച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിന്റെ അടയാളങ്ങളെ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ മറച്ചു വെച്ച് ജീവിക്കുന്ന ആളുകൾ. ഉദാഹരണത്തിന് ചില ആളുകൾക്ക്, പലർക്കും താടി വെക്കാനുള്ള പേടി എന്താ? പലരും താടി വെക്കാൻ പേടിക്കുന്നത് സമൂഹത്തിന്റെ ഇടയിൽ ഒരു കുറ്റവാളിയായി അല്ലെങ്കിൽ മോശക്കാരനായി ചിത്രീകരിക്കുന്നുള്ള പേടിയാണ്. ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കാൻ പലർക്കുള്ള പേടി എന്താ? സമൂഹത്തിന്റെ ഇടയിൽ ആളുകൾ എന്ത് ചെയ്യും, ആ നിലയ്ക്ക് ഒരു മോശക്കാരനായി ചിത്രീകരിക്കുന്നുള്ള പേടിയാണ്.
അതുകൊണ്ട് തന്നെ ഈ രണ്ട് അപകടങ്ങളിലും പെട്ടുപോകാതെ ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയ ആദർശങ്ങൾ മുറുകെ പിടിക്കുക. അതോടൊപ്പം പക്വതയോടുകൂടി വിവേകത്തോടുകൂടി അത് പ്രബോധനം ചെയ്യുക. ശത്രുക്കളുടെ പ്രതിരോധങ്ങളെ പക്വതയോടുകൂടെ സ്വീകരിക്കുകയും ചെയ്യാനാണ് ഇസ്ലാം സഹോദരങ്ങളെ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നതും. പ്രവാചകൻ പറയാണ്, യൂശികു അൻ തദാലകുമുൽ ഉമമു മിൻ കുല്ലി ഉഫകിൻ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നതാ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ ചാടി വരുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരാനുണ്ട്. ഏതുപോലെ കമാദിയബു അകലതു കസ്ഹതിഹാ, വിശന്നുവളഞ്ഞ ചെന്നായകൾ പാത്രത്തിലേക്ക് ചാടി വരുന്നത് പോലെ മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ ശത്രുക്കൾ ചാടി വരുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരാനുണ്ട്. പ്രവാചകന്റെ സ്വഹാബത്തെ ആ സമയത്ത് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ അമിൻ ഖില്ലത്തിൻ ബിനാ യൗമഇദിൻ, അതെന്തുകൊണ്ടാ പ്രവാചകരെ അന്ന് മുസ്ലിമീങ്ങളെ വളരെ കുറച്ചു മാത്രമേ ഉണ്ടാവുള്ളൂ? മുസ്ലിമീങ്ങളെ എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ ശത്രുക്കൾ മുസ്ലിമീങ്ങൾക്ക് നേരെ ചാടി വരാനുള്ള കാരണം? പ്രവാചകൻ പറഞ്ഞില്ല, അല്ല, അൻതും യൗമഇദിൻ കസീർ, നിങ്ങൾ എണ്ണത്തിൽ ധാരാളമുണ്ടാകും, മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ ധാരാളമുണ്ടാകും. വലാകിൻ തകൂനൂന ഉസായിൻ കൗസാഇസ് സൈൽ, പേര് മുസ്ലിമായിരിക്കും, പേര് മുസ്ലിമാകും, പക്ഷേ മലവെള്ളപ്പാച്ചിലിലെ ചപ്പ് ചവറുകൾ പോലെ മുസ്ലിം ഉമ്മത്തിലെ ആൾക്കാർ മാറിയിട്ടുണ്ടാവും. ഇസ്ലാമിന്റെ ഒരു ക്വാളിറ്റിയും ഒരു അടയാളം അവനിൽ ഉണ്ടാവൂല, പേര് മാത്രം മുസ്ലിമായിരിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തുൻസഉ മഹാബതു മിൻ ഖുലൂബി അദുവികും, മലവെള്ളപ്പാച്ചിലെ ചപ്പ് ചവറുകൾ പോലെ മുസ്ലിമീങ്ങൾ മാറുന്ന കാലഘട്ടത്തതാ. തുൻസഉ മഹാബതു മിൻ ഖുലൂബി അദുവികും, നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള പേടി തന്നെ ഇല്ലാതാകും. വയജ്ഹലു ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിലതാ ബലഹീനത, ദുർബലത പിടികൂടുകയും ചെയ്യും. സ്വഹാബത്ത് ചോദിക്കാണ്, വമൽ വഹിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്താണ് വഹിൻ എന്ന് പറഞ്ഞാൽ? എന്താ ബലഹീനത പിടികൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഹുബ്ബുൽ ഹയാത്ത്, ദുർബലത മുസ്ലിമീങ്ങളെ ബാധിക്കുന്നു പറഞ്ഞാല് ഹുബ്ബുൽ ഹയാത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ജീവിതത്തോടുള്ള അമിതമായ ആഗ്രഹമാണ്. ദുനിയാവിനോടുള്ള ഹുബ്ബ് മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. വകറാഹിയത്തിൽ മൗത്ത്, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള താല്പര്യമില്ലായ്മ, അഥവാ മരിച്ചു കഴിഞ്ഞാൽ ഒരു ലോകം വരാനുണ്ട് എന്നുള്ളൊരു ചിന്ത അന്നത്തെ കാലഘട്ടത്തെ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവൂലാണ്. ഭൗതികമായ ജീവിതമാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കുകയും പരലോകത്തെ മറന്നുപോവുകയും റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ചിന്ത നഷ്ടപ്പെടുകയും നാളെ ഖബറിലാണ് എന്റെ ജീവിതമെന്ന ചിന്ത നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇസ്സത്തതാ, ഒരു മുസ്ലിമിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുകയും നിങ്ങളെ കുറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പേടിയില്ലാത്ത ഒരു കാലം എന്റെ ഉമ്മത്തിന് വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്? ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, തീർച്ചയായും ഒരു കൂട്ടനതാ നമ്മെ പരലോകത്ത് കണ്ടുമുട്ടണമെന്നത് അവർ മറന്നുപോകുകയാണ്. എന്നെ കണ്ടുമുട്ടണം, മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും അവിടെ ഒരു ഹിസാബുണ്ട്, ഒരു വിചാരണയുണ്ടെന്നവർ മറന്നു പോവുകയാണ്. വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ, ഈ ദുനിയാവിനെ വല്ലാതെ തൃപ്തിപ്പെടുകയും ചെയ്തു. എല്ലാം ദുനിയാവിലാണെന്ന് അവർ വിചാരിച്ചിരിക്കുകയാണ്. വതുമഅന്നു ബിഹാ, ആ ദുനിയാവിൽ അവർ സമാധാനം കണ്ടെത്തുകയും ചെയ്തവരാണവർ. ദുനിയാവിലെ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കുന്നവർ. വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നതാ അവർ അശ്രദ്ധരായി പോവുകയും ചെയ്തവരാണവർ. അതാണ് ലോകത്തെ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടാനുള്ള കാരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സഹോദരങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഉലൈക മഅവാഹുമുൻ നാർ, അവർക്കാകുന്നു നരകം സങ്കേതമായിട്ട് ലഭിക്കാനാണ്.
പ്രിയപ്പെട്ടവരെ, പരലോകത്ത് നാം മുന്നിൽ കാണുകയും പരലോകമാണ് യഥാർത്ഥ ജീവിതമെന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശാലത ലഭിക്കുമെന്നത് അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ എല്ലാവരെക്കാളും മുകളിൽ നിങ്ങളായിരിക്കുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞെന്താ അറിയോ? എല്ലാത്തിനേക്കാളും മുകളിൽ നിങ്ങളായിരിക്കുമെന്ന് പറഞ്ഞത് പരലോകത്ത് വെച്ചിട്ടല്ലാന്ന്, ദുനിയാവിൽ തന്നെ നിങ്ങളായിരിക്കും എല്ലാവരെക്കാളും മുകളിലായിട്ടുണ്ടാകുക. ഒരാളും ഈമാനുണ്ടോ ഒരാളും ഭയപ്പെടേണ്ട ആവശ്യമല്ല. ഈമാനുണ്ടോ ഒരാൾക്കും പ്രിയമുള്ളവരെ നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കൂല എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമുദായത്തിന് ബാധിച്ച നിന്ദതയിൽ നിന്ന് കരകയറാൻ എന്താ മാർഗം എന്നറിയോ? അള്ളാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു പോകണം, അള്ളാഹുവിന്റെ മതത്തിലേക്ക് പൂർണ്ണമായി തിരിച്ചു പോകണം. പ്രവാചകൻ പറഞ്ഞു, ഇദാ തബായഅതും ബിൽ ഈന, നിങ്ങൾ കള്ളക്കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ, പലിശ കച്ചവടത്തിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ, വഹത്തും അദ്നാബൽ ബക്കർ, പശുക്കളുടെ വാലും പിടിച്ചതവാ നിങ്ങൾ ദുനിയാവിന്റെ പിറകെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, വറളീതും ബിസ്സറഈ, നിങ്ങളുടെ കൃഷിയിലും നിങ്ങളുടെ ജോലി തിരക്കിലുമായി മാത്രം നിങ്ങൾ ഒതുങ്ങിക്കൂടിയാൽ, മൂന്ന് കാര്യമാണ്. ഒന്ന്, പലിശ കച്ചവടത്തിൽ ഏർപ്പെടുക. രണ്ട്, ദുനിയാവിന്റെ പിന്നാലെ പോവുക. മൂന്ന്, നിങ്ങൾ നിങ്ങളുടെ കൃഷിയിലും നിങ്ങളുടെ ജോലിയിലും മാത്രം ഒതുങ്ങിക്കൂടിയിട്ട് വതറക്തുമുൽ ജിഹാദ്, ജിഹാദിന്റെ എല്ലാ വശങ്ങളും നിങ്ങൾ ഒഴിവാക്കുക. അല്ല, ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാന്നല്ല, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്നാൽ, സല്ലല്ലാഹു അലൈക്കും ദുല്ല, അള്ളാഹു നിങ്ങളുടെ മേൽ ബലഹീനത, ദുർബലത നിങ്ങളുടെ മേൽ വാരിക്കോടി പടച്ചോൻ തരുന്ന, ലാ യൻജിഉഹു അൻകും, നിങ്ങളിലുള്ള പ്രയാസത്തെ ബുദ്ധിമുട്ട് അള്ളാഹു നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റൂല. ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് പൂർണ്ണമായി മടങ്ങി വരുന്നതുവരെ അള്ളാഹുവിന്റെ ഒരു സഹായവും നിങ്ങൾക്ക് ലഭിക്കൂല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രയാസങ്ങൾ ഇല്ലാതാകാൻ പൂർണ്ണമായി ദീനിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുക. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇല്ലാതാക്കി തരുമാറാകട്ടെ. ഈ ദുഷിച്ച ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായി നമ്മൾ നമ്മുടെ ദീനിലേക്ക് മടങ്ങി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് حمدا كثيرا طيبا مباركا فيه وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ളവർ രാജ്യം ഭരിക്കണമെന്നും നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും നിർഭയത്വവും നമുക്ക് ലഭിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം നമുക്ക് തരാമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. പക്ഷേ അള്ളാഹു ഇതിനെ വെച്ച് ചില കണ്ടീഷനുകളുണ്ട്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകൾ, വഅമിലു സ്വാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾക്ക്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്രിഹിം, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഏതുപോലെ അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ തന്നെ തീർച്ചയായും ഭൂമിയിൽ അവൻ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതാണ്. അതിനെന്തു വേണം? ഒന്ന്, അല്ലാഹു തആല പറഞ്ഞു, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. ഈ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? വഅദല്ലാഹ്, വഅദല്ലാഹ്, അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ്.
അള്ളാഹു നിങ്ങളോട് കരാറ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഭൂമിയിൽ നാം പ്രാതിനിധ്യം തരാം, മറ്റുള്ളവരെക്കാളും മുകളിൽ നിങ്ങളെ നാം ആക്കിത്തരാം. പക്ഷെ ചില നിബന്ധനകളുണ്ട്. ഒന്ന്, യഅ്ബുദൂനനി, നിങ്ങൾ എന്ത് ചെയ്യണം? ലാ യുശ്രികൂന ബി ഷൈഅ, നിങ്ങൾ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അള്ളാഹുവിൽ ഒരാളെയും നിങ്ങൾ പങ്കുചേർക്കാത്തവരായി നിങ്ങൾ മാറുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നാം ഭൂമിയിൽ പ്രാതിനിധ്യം നൽകുമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. രണ്ടാമതായി അള്ളാഹു തആല പറഞ്ഞത് ആ ആയത്തിന്റെ തുടർച്ചയാണ്, നിങ്ങൾ കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നവരാകണം, സകാത്ത് നൽകുന്നവരാകണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകളെ കൃത്യമായി നിങ്ങൾ അനുസരിക്കുന്നവരാണോ, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് ആ പടച്ച റബ്ബിന്റെ കാരുണ്യം ഈ ഭൂമിയിൽ തന്നെ അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ്. എത്ര കോടി മുസ്ലിമീങ്ങൾ സഹോദരങ്ങളെ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അതിലെത്ര ആളുകൾ പടച്ച റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. എത്ര കോടി മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുന്നു. എത്ര ആളുകൾ 5 നേരത്ത് നമസ്കാരം കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, പ്രവാചകന്റെ സുന്നത്തുകളെ കൃത്യമായി ജീവിതത്തിൽ അനുസരിക്കുന്നു. അനുസരിക്കാത്ത കാലത്തോളം അള്ളാഹു നിങ്ങൾക്ക് ഒരു സഹായവും നൽകുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് കൃത്യമായി നിങ്ങൾ പാലിക്കുന്നുണ്ടോ, നിങ്ങളെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശത്രുവിനെ കൊണ്ട് സാധിക്കൂല. അതുകൊണ്ട് തിരുത്തേണ്ടിടത്ത് കൃത്യമായ തിരുത്തലുകൾ നടത്തി ആത്മാർത്ഥമായി സഹോദരങ്ങളെ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹുവേ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനൊക്കെ തോളോട് തോള് ചേർന്ന് ജീവിക്കുന്ന ഈ രാജ്യത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവണം. ഈ രാജ്യത്തിന് അല്ലാഹുവേ നീ പൂർണ്ണമായ സുരക്ഷിതത്വം നീ നൽകണേ അല്ലാഹ്. ഈ രാജ്യത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്ന ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, പണ്ഡിതന്മാർ, സഹോദരി സഹോദരങ്ങൾ, അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥാ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഴ ലഭിക്കാത്തതിന്റെ പ്രയാസം മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങളും, മൃഗങ്ങൾ, പക്ഷികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ ചൂട് താങ്ങാൻ സാധിക്കാതെ പക്ഷികളൊക്കെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم صيبا نافعا اللهم صيبا نافعا اللهم صيبا نافعا اللهم اسقنا غيثا مغيثا مريئا مريئا نافعا غير ضار عاجلا غير عاجل. اللهم إنا نعوذ بك من غلبة الدين وغلبة العدو وشماتة الأعداء. اللهم إنا نعوذ بك من جهد البلاء ودرك الشكاء وسوء القضاء وشماتة الأعداء. اللهم رب اجعل هذا بلدا آمنا اللهم رب اجعل هذا بلدا آمنا يا أرحم الراحمين. ربنا لا تجعلنا فتنة من القوم الكافرين. اللهم لا تجعلنا فتنة لقوم الظالمين ونجنا برحمتك من القوم الكافرين. اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. الله أكبر الله